നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി കടന്നാൽ ലൈംഗിക വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാൻ അസാധാരണമായ വാഗ്ദാനങ്ങളുമായി UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത്. മറ്റു പലരെയും പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ക്രൂശിക്കുന്നു. AI കാലഘട്ടത്തിൽ ആരെക്കുറിച്ചും എന്തും നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്നും അടൂർ പ്രകാശ് പറയുകയാണ്. രാഹുലിന്റേതായി പുറത്തു വന്ന കോൾ റെക്കോർഡുമായി ബന്ധപ്പെട്ടായിരുന്നു UDF കൺവീനറിന്റെ ഈ വിചിത്ര ന്യായീകരണം. വിഷയത്തിൽ കോൺഗ്രസിൽ ആദ്യഘട്ടത്തിൽ വലിയ എതിർപ്പ് രാഹുലിനെതിരെ ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാ? ഇപ്പം നാളിതുവരെ ഈ നിമിഷം വരെയും UDFന്റെ കൺവീനർ എന്നുള്ള നിലയിൽ ഒരു പരാതി എൻ്റെ കൈവശം കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ പരാതികൾ മറ്റ് KPCCയിലും കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. KPCCയും മറ്റും ആ കാര്യത്തെക്കുറിച്ച് കൂട്ടായി ആലോചിച്ചുകൊണ്ടാണ്, ഞങ്ങളെല്ലാവരുമായി ആലോചിച്ചുകൊണ്ടാണ് ഈ KPCC പ്രസിഡന്റ് തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിയമസഭ കൂടാൻ പോകുന്നു. നിയമസഭയിൽ വരരുതേ എന്ന് പറയാൻ ഉള്ള ഒരു തെട്ടൂരൊന്നും MV ഗോവിന്ദനോ അല്ലെങ്കിൽ DYFIക്കോ കൊടുത്തിട്ടില്ല. ഈ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ രാഹുലിനെതിരെ പ്രതികരണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പോൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ആത്യന്തികമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതും ആത്യന്തികമായ തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് പറയേണ്ടതുമായ പാർട്ടിയുണ്ട്. പാർട്ടിയാണ് അതിന്റെ തീരുമാനമെടുക്കുന്നത്. ഉയർന്നു വരുന്ന ഒരു പ്രധാന ആരോപണം രാഹുലിന്റേതായി ആരോപിക്കപ്പെട്ട് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൽ ഗർഭചിത്രത്തിനടക്കം നിർബന്ധിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് സാർ കേട്ടിരുന്നോ? ഞാൻ ഇന്ന് ഇപ്പോൾ AIയുടെ കാലഘട്ടമല്ലേ, ആരെക്കുറിച്ചും എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. നമ്മളത് ചെറുതായി കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ആ കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. അതാണ് എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയാനുള്ളത്. AIയുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പോലും പുറത്തു വരാനുള്ള അവസരമുണ്ട്. AIയുടെ കാലഘട്ടം അതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കണം. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം വേറെ ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടോ? ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സസ്പെൻഷൻ നടപടി താൽക്കാലികമായിരിക്കും അല്ലേ? അല്ല, അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് അത് എത്ര കാലം ഉണ്ടാകണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് ഇതുപോലെ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് അത് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ആ തീരുമാനങ്ങൾ എത്ര നാൾ രാഹുലിനെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതല്ല MLA സ്ഥാനം ഒഴിയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തൽക്കാലം ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിച്ചു. ആ ചെറുപ്പക്കാരൻ അത് സ്വീകരിച്ചു. അത് ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് സ്വീകരിച്ചത് പാർട്ടിയുടെ നിർദ്ദേശാനുസരണം സ്വീകരിച്ചതാണ്. അതിന് ഇനിയൊരു പുനരാലോചന വരിക, എല്ലാവരുമായി ആലോചിച്ച് മാത്രമേ അതുണ്ടാകത്തുള്ളൂ.